അസ്കർ, നിങ്ങൾ ഒറ്റ വള്ളത്തിൽ നിൽക്കൂ, രണ്ട് വള്ളത്തിൽ കാലി വെക്കരുത്, അത് അബദ്ധമാവും. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയൂ. നാളെ ഇപ്പൊ ലീഗിന് അവർ പറയുന്നു ഞങ്ങളുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ, അതുകൊണ്ട് അവിടെ പച്ചക്കൊടിയേറ്റ് അമ്പല പരിപാടിയിൽ അവർ ഇരച്ചു കയറുന്നത് ശരിയാണോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമാണോ കൊടിക്കൂറയായിട്ട് കയറ്റുന്നത്? കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന്റെ പിടിയിലകപ്പെടുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദി കേരളത്തിലെ RSS. എന്തുദ്ദേശത്തിലാണ് പറയുന്നത്? 100 വർഷങ്ങൾക്ക് മുമ്പേ കാവിക്കൊടിയില്ലേ? അസ്കർ, നിങ്ങൾക്ക് എന്ന് തൊട്ടാണ് ഈ ക്ഷേത്രങ്ങളോട് ഇത്രയും സ്നേഹം എന്ന് തൊട്ട് തുടങ്ങിയതാണ്? അത് പറ. കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന്റെ പിടിയിൽ ക്ഷേത്രങ്ങൾ അകപ്പെട്ടു പോയിട്ടുള്ളതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദി കേരളത്തിലെ RSS. RSSന് ക്ഷേത്ര മൈതാനത്തിനുള്ളിൽ അവരുടെ ഡ്രില്ല് നടത്താമെങ്കിൽ അല്ലെങ്കിൽ ശാഖ നടത്താമെങ്കിൽ നിശ്ചയമായും മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾ കൊടി പിടിക്കാമെന്നാണോ? നിങ്ങൾ തന്നെ പറയാണ് നമുക്കിതിലൊന്നും വിശ്വാസമില്ല. ഈ അവിശ്വാസിക പിന്നെ എന്തിനാണ് സാറ് ഈ ക്ഷേത്ര ഭരണം കൈയാളുന്നത്? നിങ്ങൾക്ക് എന്താ താല്പര്യം? നിങ്ങളുടെ ഏരിയ അല്ലല്ലോ അത്. കടയ്ക്കലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഓരോ ജീവിത സ്പന്ദനങ്ങളിലും CPM-ന് വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് കുറച്ച് രാഷ്ട്രീയ അവബോധമുള്ള ആളുകൾ. ഉത്സവം എന്ന് പറയുന്നത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം അവസാനിക്കത്തിലല്ലേ അത് നടക്കുന്നത്? നാലുകെട്ടിലല്ലല്ലോ ഇത് നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ പറമ്പുകളിലായിരിക്കും, അല്ലെങ്കിൽ വേദികളിലായിരിക്കും ഇത്തരം നടക്കുന്നത്. നാലുകെട്ടിനുള്ളിൽ എപ്പോഴും ആചാരങ്ങളും സാങ്ക്ടം സാങ്ക്ടോറിയത്തിന്റെ പവിത്രത വരുന്ന തരത്തിലുള്ള അനുഷ്ഠാനങ്ങളുമാണ് എല്ലാ കാലത്തും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാറുള്ളത്. അത് അത്തരത്തിൽ തന്നെ തുടർന്നു പോകുന്നുമുണ്ട്. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ? കുട്ടിച്ചാച്ചെന്ന് ചോദിച്ചാലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആൽത്തറയിൽ CPM-ന്റെ കൊടിതോരണങ്ങളുണ്ട്. ആൽത്തറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ അസ്കറിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ഒരുപക്ഷെ സാങ്ക്ടത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ താങ്കൾ പറഞ്ഞു ഇത് അമ്പലപ്പറമ്പിൽ നടക്കുന്നതല്ലേ, അവിടെ ഈ ക്ഷേത്രാങ്കണമല്ല. അല്ല, ഒരു തരത്തിൽ അതിനെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന അഭിപ്രായം തന്നെ എനിക്കുള്ളത്. അല്ല, അങ്ങനെ പറയുമ്പോഴും അസ്കർ ഇതിനെ ന്യായീകരിക്കുകയാണ്. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? പുല്ലോട് കുറുമ്പക്കാവിലെ ഈ ചെഗുവേരയുടെ കൊടിയുമായിട്ട് ഈ സാങ്ക്ടത്തിലാണ് സർ പ്രവേശിച്ചിരിക്കുന്നത്. അല്ല, ഇതില് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ഓരോ വ്യക്തികൾക്കുണ്ടാവുന്ന ചില മനോവൈകല്യത്തിന്റെ കൂടി പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ അത് ആരാണ് നിയന്ത്രിക്കേണ്ടത്? കൃത്യമായിട്ട് അറിയാലോ താങ്കൾക്ക് ആരാണ് നിയന്ത്രിക്കേണ്ടതെന്നുള്ളത്. പക്ഷേ അവരിത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുകയാണ്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഇതൊന്നും പാർട്ടിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ടി കേഡർമാരായിട്ട് ചെയ്തു വെക്കുന്നതൊന്നുമല്ല. പക്ഷെ അജണ്ടയാണ് ഹിന്ദുക്കളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് ഒക്കെ കടന്നു കയറേണ്ടത് എന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട് പാർട്ടിയുടെ ഭാഗത്ത്. അപ്പൊ ഇതൊന്നും അവിടെയുള്ള ഒരു കൂട്ടം ജനങ്ങൾ, അല്ലെങ്കിൽ അസ്കർ നേരത്തെ പറഞ്ഞല്ലോ വകതിരിവില്ലാത്തവർ എന്നൊക്കെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. ഇവർ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് സംശയമില്ല അഡ്വക്കേറ്റ് അസ്കർ. ഏതെങ്കിലും ഒരു മനുഷ്യന് നൊന്താൽ ആ നോവുന്നത് തനിക്ക് കൂടിയാണെന്ന ബോധമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നത്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ഈ ക്ഷേത്രത്തിൽ ഒരു ചെഗുവേരയുടെ കൊടി വന്നപ്പോ സ്വാഭാവികമായും നിങ്ങളെല്ലാരും അസംതൃപ്തരാകുന്ന എന്തുകൊണ്ടെന്നാൽ നാളിതുവരെ അവിടെ RSSന്റെ കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളിടത്താണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. RSSന്റെ കൊടി എന്ന് പറയാൻ പറ്റുമോ? നേരത്തെ ശ്രീ വിജി തമ്പി അത് കൃത്യമായിട്ട് പറഞ്ഞു. കാവിത്തോരണങ്ങൾ പോലും അഴിച്ചു മാറ്റണം. നമ്മൾ കണ്ടതാണ് ഇവിടെ തിരുവനന്തപുരത്ത് വെള്ളയമ്പലം ആൽത്തറ ദേവീക്ഷേത്രത്തിൽ. അവിടെ മ്യൂസിയം SHOയുടെ സർക്കുലർ വന്നിരിക്കുക. അതൊന്നും പാടില്ലാന്ന്. അഥവാ കാവിത്തോരണം ഉയർത്തിയാൽ അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരി. അതെ, കേൾക്കുമ്പോ പറഞ്ഞാൽ വിഷമം തോന്നരുത്, പറയട്ടെ. അദ്ദേഹം പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റികൾ അവിടുത്തെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന രീതിയാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്ര കമ്മിറ്റികളിലേക്ക് തിരഞ്ഞെടുപ്പ് പല സ്ഥലങ്ങളിലും നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പല ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിലാണ് അവിടെ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത്. പല 100 രൂപയോ 10 രൂപയോ പല എമൗണ്ടുകളുണ്ട് ഓരോ അംഗത്വം എടുക്കാൻ. ആ അംഗത്വം കൃത്യമായിട്ട് ആ അംഗത്വം ചീട്ടുകൾ വിതരണം ചെയ്യുന്നത് പോലും
CPM-ന്റെ പാർട്ടി ഓഫീസുകളിലോ അല്ലെങ്കിൽ അവരുടെ അനുബന്ധ സംഘടനകളിലോ ഓഫീസുകളിലാണ്. അത് അങ്ങനെ ഈ കമ്മിറ്റികളെ പിടിച്ചെടുക്കുക. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈ കേരളത്തിൽ ഇന്നോളം കഴിഞ്ഞ ഇടതുപക്ഷം എന്നെല്ലാം ഭരിക്കുന്നു, അവിടെ ഒരു തൂപ്പുകാരനെ വെക്കുന്നത് പോലും അയാളുടെ കുഞ്ഞമ്മയുടെ മകൻ BJP-യിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ ബന്ധമുണ്ടെങ്കിൽ അപ്പൊ അവിടുന്ന് പറഞ്ഞു വിടും. ഈ നിലയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പാർട്ടി വളരെ വിശാല ഹൃദയമാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. ശ്രീ അസ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, സൗഹാർദ്ദത്തിന് അന്തരീക്ഷം. CPM എന്ന് പറയുന്ന ഇത്രയും ഉദാത്തമായ ഒരുപാട് ചിന്തയുള്ളൊരു പാർട്ടിയാണ്. അവിടെ എന്തിനാ ഇങ്ങനെ അനാവശ്യത്തെ കരുതി വരുന്നത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അസ്കർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഈ ക്ഷേത്രത്തിന്റെ, അതായത് നാലമ്പലത്തിനകത്തല്ല നടന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ഷേത്രത്തിന്റെ ചൈതന്യം എവിടെയാണ് കുടികൊള്ളുന്നതെന്ന് ശ്രീ അസ്കറിന് അറിയാമോ? ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം എന്ന് പറയുന്നത്, ആ വിഗ്രഹത്തിന്റെ ചൈതന്യം, ആ പവർ എന്ന് പറയുന്നത് ആ ചുറ്റളവിൽ മൊത്തം. ഒരു ഗ്രാമത്തിലാണെങ്കിൽ ഗ്രാമം മൊത്തം പകർന്നു നിൽക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ പവർ നിൽക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ മുഴുവനാണ്. ആ ഉത്സവത്തിനെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ തക്കട തരികയുടെ പരിപാടികൾ കാണിക്കുന്നത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ശ്രീ അസ്കർ സമ്മതിച്ചു. കാരണം ക്ഷേത്രങ്ങളിൽ നടത്തേണ്ടത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ തന്നെയാണ്. ഇപ്പം അത് കാണാൻ ആൾ വരുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ക്ഷേത്രങ്ങളിൽ ആളെ കൂട്ടാനല്ലല്ലോ ക്ഷേത്രങ്ങൾ, അതിന് വേറെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്. ആ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾ വന്നാൽ മതി, അവർ വന്ന് കണ്ടാൽ മതി. അപ്പോൾ അവിടെ പണം പിരിക്കുന്നത് വിശ്വാസികളിൽ നിന്നല്ലേ, അല്ലാതെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ലല്ലോ ഈ പണം പിരിക്കുന്നത്. ക്ഷേത്ര വിശ്വാസികളാണല്ലോ ഉത്സവം നടത്താനായാലും ക്ഷേത്ര പുനരുദ്ധാരണത്തിനായാലും മറ്റെല്ലാ കാര്യങ്ങൾക്കും പണം കൊടുക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കുന്ന പണം അത് കൊണ്ടുവന്നിട്ട് ആ ക്ഷേത്രത്തിന് യോജിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ക്ഷേത്രത്തിൽ ചെയ്യാവൂ. ആട് വരുന്നോ ഇല്ല എന്നുള്ള പ്രശ്നമല്ല, വരുന്നവർ വന്നാൽ മതി. അല്ലാതെ ഈ പേക്കൂത്ത് കാണിച്ച അത് കാണാൻ കുറെ ആൾക്കാർ വരുമെന്ന് വെച്ചിട്ട് ക്ഷേത്രത്തിനെ എങ്ങനെയല്ല നശിപ്പിക്കാമോ? ഇപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞു കാവിക്കൊടിയല്ല RSS-ന്റെ ആണെന്ന്. എന്തുദ്ദേശത്തിലാണ് പറയുന്നത്? RSS നിലവിൽ വരുന്നത് 100 വർഷമാകുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പേ കാവിക്കൊടിയില്ലേ? ആ കാവിക്കൊടി ആ RSS സ്വീകരിച്ചു എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ RSS-ന്റെ പേരെഴുതിയോ അല്ലെ RSS-ന്റെ ചിഹ്നം വെച്ചിട്ടോ കൊടികളല്ലല്ലോ ക്ഷേത്രങ്ങളിൽ കെട്ടുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. ക്ഷേത്ര ഉത്സവത്തിന് കൊടി ഉയർത്തുന്ന ഉത്സവത്തിന് എന്താ? ആ ഉത്സവത്തിന്റെ കൊടിക്കൂറ എന്താ? കാവിയല്ലേ? അതെ. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമാണോ കൊടിക്കൂറയായിട്ട് കയറ്റുന്നത്? കാവിയാണ്. അത് RSS-ന്റെ കൊടിയാണോ ക്ഷേത്രത്തിൽ? ഇങ്ങനെ പോവാണ് ചുവപ്പ് കൊടി ഉയർത്തണമെന്ന് പറയൂ ഇവര്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. നാളെ ഇപ്പൊ ലീഗിന് അപ്രമാദിത്വമുള്ള ഒരു പ്രദേശത്ത് ക്ഷേത്രോത്സവം നടക്കുന്നു. അവർ പറയുന്നു ഞങ്ങളുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ, അതുകൊണ്ട് അവിടെ പച്ചക്കൊടിയായിട്ട് അമ്പല പരിപാടിയിൽ അവർ ഇരച്ചു കയറുന്നത് ശരിയാണോ? അങ്ങനല്ലേ ലീഗുകാരെന്തായാലും കിട്ടിയില്ലേ? ആ കുട്ടി അതെ അതെ ആ കൊടി കെട്ടി അതെ അതെ. അല്ല, RSS-ന് ക്ഷേത്ര മൈതാനങ്ങളും ക്ഷേത്രങ്ങളും കവർന്നെടുക്കാമെങ്കിൽ സ്വാഭാവികമായി മറ്റു രാഷ്ട്രീയ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങൾ എപ്പോഴും ആധ്യാത്മികതയുടെ. നിങ്ങൾക്ക് എന്ന് തൊട്ടാണ് ഈ ക്ഷേത്രങ്ങളോട് ഇത്രയും പ്രതിപത്തി, ഇത്രയും സ്നേഹം എന്ന് തൊട്ട് തുടങ്ങിയതാണ്? അത് പറ. ഇനി അടവൊന്നും മാറ്റിയാലേ രക്ഷയുള്ളൂ. ദളിതനും ശൂദ്രനും വഴി നടക്കാൻ കഴിയാതിരുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന നാടാണ് കേരളം. അത് കാലഘട്ടമൊക്കെ പോയില്ലേ? അല്ല, സ്ത്രീകൾക്ക് ക്ഷേത്രപ്രവേശനം ഉണ്ടാവാതിരുന്ന നാടാണ് കേരളം. സ്ത്രീകൾക്ക് ഇന്ന് ക്ഷേത്രപ്രവേശനം ഉണ്ട്, സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത സ്ഥലങ്ങളില്ലേ? അവിടെ പ്രവേശിക്കാൻ പറയോ? നീ കൊറേ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി കനകാമ്പനെ തരണം ചെയ്തേ പറ്റൂ. ശൂദ്രന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയാതിരിക്കുകയും ദളിതന് ക്ഷേത്രാചാരങ്ങളിൽ ഇടപെടാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടാവാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ രക്ഷകരെ പോലെ കമ്മ്യൂണിസ്റ്റുകാർ എത്തിയത് അല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിനകത്ത് പങ്കുണ്ടെന്നേ. RSS-നോ BJP-ക്കാർക്കോ അക്കാര്യത്തിൽ ഒരു പങ്കുമില്ലെന്നേ. അവരെ സംബന്ധിച്ച് ബ്രാഹ്മണ മേധാവിത്വത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ബെസ്റ്റ് തല, മാംഗ്ലൂർ മെയിലിന് വെക്കാൻ പറ്റിയ തല. നിങ്ങൾ ഈ പറഞ്ഞ ബ്രാഹ്മണ മേധാവിത്വത്തിന് സ്വന്തം പേരിൽ നിന്ന് നമ്പൂരിപ്പാട് മാറ്റാത്ത ഒരാളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവ്. ബാക്കി എല്ലാവരും പറഞ്ഞു നിങ്ങൾ ജാതി ഉപേക്ഷിക്കണം, കളയണം. സ്വന്തം പേര് ജീവിത അന്ത്യം വരെ EMS നമ്പൂതിരിപ്പാട് എന്നുള്ള പേരിൽ പോലും മാറ്റം വരുത്താത്ത ഒരാളിനെയാണ് നിങ്ങൾ ആചാര്യനായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്.
ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം നിങ്ങളുടെ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് മറ്റു കുറേ ആൾക്കാരെ പ്രത്യേക സമുദായത്തെ നമ്മുടെ കൂടെ നിർത്താം, അവർക്ക് വേണ്ടിയാണ് CPM നിലകൊള്ളുന്നത് എന്നൊരു ധാരണ ഉണ്ടാക്കാൻ നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള പുതിയ അജണ്ടയാണിത്. അല്ല വിജി തമ്പി, അതുകൊണ്ടാണല്ലോ കൂടൽമാണിക്യ ക്ഷേത്രത്തില് ആ ജാതീയ അധിക്ഷേപം അതൊന്ന് ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ ബാലു തന്നെ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ എന്താ പറഞ്ഞത്? കുലം കുത്തികളുടെ പണിയാണെന്ന് പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു അന്ധമായ CPM വിരോധമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി എന്തിനും ഏതിനും CPM-നെ തെറ്റ് കാണാൻ ശ്രമിക്കുന്നതാണ് വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ചില ആളുകൾ ശരിയാണോ ഓസ്കർ ചെയ്യുന്നതിന്റെ പല മനുഷ്യനായ തെറ്റുപറ്റുന്നു. തെറ്റുപറ്റാത്തവരായിട്ട് ആരുണ്ട്? തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ. ഈ വേലത്തരൊന്നും എന്നോട് വേണ്ട. ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട്. ചമ്മല് കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കല്ലേ. കടക്കലും കതിരൂര് സംഭവിച്ചത് തെറ്റാണെന്ന് CPM നേതൃത്വം പറയോ? അങ്ങനെ CPM നേതൃത്വത്തിന്റെ പരിപാടി ആയിരുന്നില്ല അത്. അതെന്താ, എന്തുകൊണ്ട് ഇതാണ് മനസ്സിലാവാത്ത നിലപാട്, ഉറച്ച നിലപാടെടുക്കൂ. നിങ്ങൾ ശ്രീ അസ്കർ പറയൂ. ശ്രീ അസ്കർ എന്ന് പറയുന്ന CPM-ന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. ശ്രീ അസ്കർ പറയൂ, തെറ്റാണെന്ന് പറയൂ. നിങ്ങൾ CPM നേതാക്കൾ പറയണ്ട, നിങ്ങൾ പറയൂ. അത് ഇതൊന്നും CPM-ന്റെ പരിപാടിയിൽപ്പെട്ട കാര്യമല്ല. നിങ്ങൾ കരുതും CPM-ന് ക്ഷേത്രോത്സവം നടത്തുന്നതിൽ എന്തോ പ്രത്യേകിച്ച് താല്പര്യമുണ്ട്, ആ താല്പര്യവും ആ സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രോത്സവം നടത്താൻ വന്നു എന്നുള്ളതാണോ? കടക്കലെ സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ ശ്രീ അസ്കർ, ക്ഷേത്ര വിശ്വാസികളല്ലാത്ത CPM-ന്റെ പ്രവർത്തകർ എന്തിനാ അവിടെ വന്നിരുന്ന് ആ ക്ഷേത്ര ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിന് മുൻനിരയിൽ വന്നിരിക്കുന്നത്? ക്ഷേത്രവുമായിട്ട് ബന്ധമില്ലാത്ത, ക്ഷേത്ര വിശ്വാസികളല്ലാത്ത, നിരീശ്വരവാദികളായ, ഭൗതികവാദികളായ CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയിലുള്ള ആൾക്കാർ എന്തിനാണ് ക്ഷേത്രമുറ്റത്ത് വന്നിരുന്ന് പ്രോഗ്രാം കാണുന്നത്? എന്താ ചെയ്യാ? മുങ്ങിയാലോ? Bing bing